I hope I am audible to all. ഞാൻ പറയുന്നെല്ലാം കേൾക്കുന്നുണ്ടോ? Yes, ma'am. ഓക്കെ. ഇതിൽ നോൺ മലയാളീസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ലൈക്ക് സെഷൻ ഇംഗ്ലീഷിലേക്ക് മാറ്റണോ? എന്തെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അങ്ങനെ ആരും ഇല്ലെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യണേ. അപ്പൊ അങ്ങനെ ആരും ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ ജനറലി ട്രെയിനിങ്ങിനെ കുറിച്ച് കേട്ടിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ സ്ട്രക്ചർ ഡിസൈനിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കേട്ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് മെയിൻ മോഡ്യൂൾ ആണ് ബാർബെൻഡിങ് ഷെഡ്യൂൾ. ഇനി എന്താണ് ബാർബെൻഡിങ് ഷെഡ്യൂൾ എന്ന് ചോദിച്ചാൽ സിമ്പിൾ, ആ വാക്കിന് അതുപോലെ തന്നെ അർത്ഥം. അതായത് കമ്പി എങ്ങനെ ബെൻഡ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ടേബിള്. അതാണ് ബാർബെൻഡിങ് ഷെഡ്യൂൾ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ബാർബെൻഡിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്? അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ കാര്യം. ഓക്കെ. ഇപ്പോൾ സ്ട്രക്ചർ ഡിസൈൻ എഞ്ചിനീയർ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈൻസ് ഹാൻഡിൽ ചെയ്ത് അവരൊരു ഫുൾ റിപ്പോർട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്ത് ഡിസൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. ഈ ടാബ്സിൽ അവർ ഡിസൈൻ ചെയ്യുന്നു, അതിന്റെ ഡീറ്റെയിലിംഗ് പ്രിപ്പയർ ചെയ്യുന്നു, എൻ്റെ ഫൈനൽ സ്ട്രക്ചർ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷേ ഈ സ്ട്രക്ചർ ഡ്രോയിങ് എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയർ ലെവൽ ലാംഗ്വേജ്. അതായത് ഒരു എഞ്ചിനീയർ കൊടുത്താൽ അവർക്കത് മനസ്സിലാവും. തുറന്ന് വായിച്ചു നോക്കുമ്പോൾ അവർക്കത് ഐഡിയ കിട്ടും. ഇതൊരു കോമൺ പേഴ്സണ് അല്ലെങ്കിൽ കോമൺ മാനിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് അല്ല. നമ്മൾ അതിന് ബാറിന് നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവും, ഡയമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടാവും, സ്പേസിങ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ടോപ്പ് ബോട്ടം ബാറുകൾ വരച്ചിട്ടുണ്ടാവും, ഡെവലപ്മെന്റ് ലെങ്ത് കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊരു കോമൺ മാൻ, അതായത് സൈറ്റിൽ നിൽക്കുന്ന ഹെൽപ്പർ ലെവലിൽ ഒരാൾക്ക് മനസ്സിലാവണം എന്നില്ല. സോ അവരുടെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ബാർബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് സ്ട്രക്ചറൽ ലെവൽ ലാംഗ്വേജിനെ സിമ്പിൾ ഇംപ്ലിമെന്റേഷൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഒരു ഡ്രോയിങ്ങിൽ എത്ര കമ്പി വേണം, ആ ഡ്രോയിങ് അനുസരിച്ച് ആ ഒരു സ്ട്രക്ചറൽ എലമെന്റിന് ഞാൻ എത്ര കമ്പി ഇടണം, എത്ര സ്പേസിംഗ് ഇടണം, അത് കട്ട് ചെയ്യാൻ നേരത്ത്, അതായത് നമ്മൾ വാങ്ങി കട്ട് ചെയ്യാൻ നേരത്ത് എങ്ങനെ കട്ട് ചെയ്യണം, കട്ട് ചെയ്യുമ്പോഴത്തേക്കും വേസ്റ്റേജ് എങ്ങനെ മിനിമൈസ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്താണ് ബാർബെൻഡിങ് ഷെഡ്യൂൾ എന്നൊരു കോൺസെപ്റ്റ് വന്നത്. ഓക്കെ. കാര്യം വെച്ചാൽ സ്ട്രക്ചർ ഡ്രോയിങ് നോക്കിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ സൈറ്റുകളിൽ പലപ്പോഴും അത് തെറ്റ് വരാറുണ്ട്. കാര്യം രജി സാർ ഏറ്റവും ഇൻട്രൊഡക്ഷനിൽ ടോക്കിൽ പറഞ്ഞ പോലെ നമ്മളുടെ കേരളത്തിൽ കാണുന്ന 90% സൈറ്റുകളിലും നോൺ എഞ്ചിനീയർഡ് ആണ്. അതായത് എഞ്ചിനീയേഴ്സിന്റെ പ്രസൻസേ ഇല്ല. അപ്പോൾ എഞ്ചിനീയറിന്റെ പ്രസൻസ് ഇല്ലാണ്ട് നടക്കുന്ന ഒരു സൈറ്റിൽ ചിലപ്പോൾ സ്ട്രക്ചർ ഡ്രോയിങ് പോലും ഉണ്ടാവത്തില്ല. ഇനി സ്ട്രക്ചർ ഡ്രോയിങ് ഉണ്ടായി തന്നെ അത് ഇന്റർപ്രറ്റ് ചെയ്ത് ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടാവണം എന്നില്ല. മോസ്റ്റ്ലി ഇപ്പോൾ അതിഥി തൊഴിലാളികളാണ് സൈറ്റുകൾ കൂടുതലും കീഴടക്കുന്നത്. എന്നുവെച്ചാൽ അവര് കോസ്റ്റ് വൈസ് എക്കണോമിക് ആണ്, അത്യാവശ്യം തട്ടിമുട്ടി പണികളൊക്കെ ചെയ്തോളും. പക്ഷേ അത് സേഫ്റ്റി വൈസ് അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ ഡ്യൂറബിലിറ്റി വൈസ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല അവർ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ പ്രാക്ടീസ് ഓക്കെ ആണെന്ന്. അത് സൂപ്പർവൈസ് ചെയ്യാൻ ഒരു എഞ്ചിനീയർ ഉണ്ടാവുന്നതാണ് നല്ലത്. ഓക്കെ. പല ആൾക്കാരും വിചാരിക്കും, എഞ്ചിനീയറിന് മാസം ഒരു 10,000 രൂപ, ഇപ്പോൾ ഫ്രഷർ ആണെങ്കിൽ ഒരു 10,000 രൂപ കൊടുക്കണം, എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അതിലും കൂടുതൽ കൊടുക്കണം. അത് നല്ലത് അവരങ്ങ് ഒഴിവാക്കാം. സൈറ്റിൽ എഞ്ചിനീയർ ഇല്ലാണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു മേസ്ത്രിനെ കൊണ്ടുവന്നിട്ട് മേസ്ത്രിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവർ ആ സേവ് ചെയ്യുന്ന 10,000 രൂപ അവർക്ക് തന്നെ വലിയ തിരിച്ചടിയായിരിക്കും. ആ ബിൽഡിംഗ് ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ ചോർന്നൊലിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവരാ ലാഭിച്ച കാശിന്റെ നഷ്ടം അവർക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഒരു വീട് പണിയാൻ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെയാണെങ്കിൽ ഒരു 35 തൊട്ട് 40-45 ലക്ഷം രൂപ വരെയൊക്കെ വരാറുണ്ട്. അപ്പൊ ആ ഒരു എമൗണ്ട് നമ്മൾ എത്ര വർഷം കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കി കൂട്ടി വെക്കുന്നതാണ്. അതിപ്പോ ഒരു കോമൺ ആളുടെ കാര്യം ഞാൻ പറയുന്നത്, അത്യാവശ്യം ലാവിഷായിട്ട് ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്. ആ ഒരു ബഡ്ജറ്റ് ഉള്ള ഒരാള് അത്രയും കഷ്ടപ്പെട്ട് പൈസ ഒരു കൂട്ടി വീട് പണിയുമ്പോൾ അതൊരു 5-10 കൊല്ലം കഴിഞ്ഞ് പൊളിഞ്ഞിറങ്ങി വീണാൽ അയാൾക്ക് ആ ലൈഫ് ലോങ് ഉണ്ടായിരുന്ന എല്ലാ സമ്പാദ്യവും തീർന്നോടെ. പിന്നീട് വീണ്ടും ഒരു വീട് വെക്കാൻ അയാൾ വീണ്ടും ആ 35 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിന് പകരം യുക്തിപരമായി പ്രോപ്പറായിട്ട് ആലോചിച്ച് ഒരു എഞ്ചിനീയറിനെ സൈറ്റിൽ വെച്ചാൽ അയാൾക്ക് ആ 35 ലക്ഷം രൂപയുടെ കൂടെ ചിലപ്പോൾ 1-2 ലക്ഷം രൂപ കൂടുതൽ എക്സ്പെൻസ് വരുമായിരിക്കും. പക്ഷേ ഒരു 25 കൊല്ലം ആരെയും പേടിക്കാണ്ട് ചോർന്നൊലിക്കാത്ത നല്ല സുരക്ഷിതമായ ഒരു ഭവനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും. ആ ഒരു ഗ്യാരണ്ടി ആ ഒരു എഞ്ചിനീയർ സൈറ്റിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും. ഓക്കെ.
ഇനിയിപ്പോ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ. ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ആണ്. ഞാൻ ഒരു PPT ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മൊത്തം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കത്തില്ല. കാരണം ഈ PPT നിങ്ങൾക്ക് ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ, സോ ബാർ ബെൻഡിങ് ഷെഡ്യൂളിന്റെ യൂസ് എന്താണ്? അതായത് സൈറ്റിൽ ഒരു വർക്കർ കമ്പി എങ്ങനെ മുറിക്കണം, എങ്ങനെ ബെൻഡ് ചെയ്യണം, അതെങ്ങനെ കൂട്ടിക്കെട്ടണം, ഇതാണ് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ നമുക്ക് തരുന്ന മെയിൻ ഇൻഫർമേഷൻ. അപ്പൊ അവരുടെ ലെവൽ ലാംഗ്വേജിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഞാൻ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങളിപ്പോ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. സാധാ ഒരു സൈറ്റിലാണെങ്കിൽ ഇതുപോലെ ഇരുന്ന ആൾക്കാർ കമ്പി മുറിക്കുന്നുണ്ടാവും. കുറച്ച് അത്യാവശ്യം ഹൈടെക് ആയിട്ടുള്ള സൈറ്റ് അല്ലെങ്കിൽ ഇത്തിരി കൂടി ഹയർ ബഡ്ജറ്റ് ലെവലിലെ സൈറ്റിലൊക്കെ ആണെങ്കിൽ അവർ ഇതുപോലെ കട്ടർ മെഷീൻ ഒക്കെ വെച്ചിട്ടായിരിക്കും മുറിക്കുക. അപ്പൊ അതാണ് കട്ടിങ് സൈഡ് വരുന്നത്. ഈ ബെൻഡിങ് സൈഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ചെറിയ ലോ ബഡ്ജറ്റ് വീടൊക്കെ ആണെങ്കിൽ ഇതുപോലെ 3 പിൻ ഉണ്ടാവും. ഇത് വെച്ചിട്ടായിരിക്കും ഒരു അല്ലെങ്കിൽ ലിവർ വെച്ചിട്ടായിരിക്കും അവർ വലിച്ച് അത് ബെൻഡ് ചെയ്ത് എടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യാവുന്ന ഡയ ഓഫ് ബാർ മാക്സിമം പോയ ഒരു 16 അതും കഴിഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞാല് 2-3 പേരിൽ നിന്നും മൽപ്പിടുത്തം പിടിച്ചാലൊക്കെ വരത്തുള്ളൂ. അതപ്പോ വരുമ്പോഴത്തേക്കും നമ്മുടെ ബഡ്ജറ്റ് ഓഫ് ബിൽഡിങ് ഒരു 1 കോടിക്ക് അടുത്ത് വരുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾക്കൊക്കെ ആയിരിക്കും അത്രയും വലിയ ഇത് വരത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാല് ഈ മാനുവലി ഇരുന്ന് കഷ്ടപ്പെടാണ്ട് തന്നെ മെഷീനുകൾ അവൈലബിൾ ആണ് ഇതിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് കിട്ടും. കുറെ ബാർ ബെൻഡിങ് എക്യുപ്മെന്റ്സ് കിട്ടും. അതില് ഇത് കണ്ടോ, ഇതുപോലെ ഒരു റിംഗ് ഉണ്ട്. ഇന്നർ റിംഗ് ഇടും, ഔട്ടർ റിംഗ് ഇടും. ഈ റിങ്ങുകൾ ഇട്ടിട്ട് ഇതിനിടയിൽ കമ്പി വെച്ച് കൊടുത്ത് മെഷീൻ ഓൺ ചെയ്താൽ ഓട്ടോമാറ്റിക് മെഷീൻ തന്നെ ബെൻഡ് ചെയ്തോളും. ഇതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ, ഓൺലൈൻ വേണമെങ്കിൽ എടുത്ത് നോക്കാം കൗതുകമുള്ള ആൾക്കാർക്ക്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ടൈയിങ്. അപ്പൊ ടൈ പറയുമ്പോഴത്തേക്കും നമ്മൾ ബൈൻഡിങ് വയർ വെച്ച് ടൈ ചെയ്യണേ. ഈ ടൈ ചെയ്യുന്നതിനെ കുറിച്ച് ആൾക്കാർക്ക് കുറെ മിസ്കൺസെപ്ഷൻ ഉണ്ട്. ആൾക്കാരെ വിചാരം ഇത്രയും വലിയ ബിൽഡിങ്ങിനെ പിടിച്ചു നിർത്തുന്ന ഈ ടൈ ബാർ വെച്ചാണ്. ഈ ടൈ ബാറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ കാസ്റ്റ് ചെയ്ത സാധനം മിനിമം സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്ന വരേക്കും, അല്ലെങ്കിൽ ഒരു 24 മണിക്കൂറത്തേക്ക് വരേക്കും ആ കേജ് ഇങ്ങനെ കൂട്ടി വെക്കുക എന്ന മാത്രം പർപ്പസേ ഉള്ളൂ. പക്ഷെ പല ആൾക്കാരും സൈറ്റിൽ കമ്പി കിട്ടുന്നതിന്റെ ഉത്സാഹം കണ്ട് നമ്മൾ വിചാരിക്കും കമ്പിയിലാണ് മൊത്തം ബിൽഡിങ്ങും പിടിച്ചിരിക്കുന്നതായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നല്ല. ജസ്റ്റ് കാസ്റ്റ് ചെയ്യുമ്പോൾ അതുമേൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസും ലോഡിങ്ങും താങ്ങാൻ വേണ്ടി മാത്രം ഈ ബാറുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വെക്കാം. അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനും കുറച്ച് ഹൈടെക് വിദ്യകളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഇത് ഈ ഒരു സാധനം ഇതിനെ ഉടക്കെന്ന് പറയും മലയാളത്തില് നമ്മളുടെ സൈറ്റുകളിൽ. ഇത് വെച്ചിട്ടാണ് കെട്ടിയെടുക്കുന്നത്. ആ കെട്ടുന്ന പാറ്റേൺ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി ഇപ്പോ ആണെങ്കിൽ ഇത്തിരിയും കൂടി ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. ഡ്രില്ല് പോലത്തെ കുഞ്ഞു കുഞ്ഞു മെഷീൻസ് കൊണ്ട് നടക്കാം. അത് വെച്ച് ടൈ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി സ്പീഡാവും. ഒത്തിരി വലിയ സൈറ്റുകളിൽ ഇതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം വെച്ചാല് ഓരോരുത്തർ ഇരുന്ന് കെട്ടി 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 വരുമ്പോഴത്തേക്കും ചിലപ്പോ കമ്പി പഴയ തുരുമ്പിച്ച കമ്പിയൊക്കെ ആണെങ്കിൽ പടപടയെന്ന് പൊട്ടി പൊട്ടി പോകും ലോഡ് വരുമ്പോഴത്തേക്കും. ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല കമ്പിയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ വെച്ചിട്ട് കെട്ടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കെട്ടി വരുമ്പോൾ തന്നെ അവിടെ തന്നെ കമ്പി പൊട്ടി വീഴും. ഓക്കെ, അത് അപ്പൊ ഇത്രയാണ് ബേസിക് നിങ്ങൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീൽഡ് കാര്യങ്ങൾ വരുന്നത്. ഇനി ഇന്റേണലി ഇതിന്റെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഫീൽഡിൽ നിങ്ങൾ കാണുന്ന മെയിൻ ആക്ടിവിറ്റീസ് ഇതൊക്കെയാ. പക്ഷെ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാല് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. ഞാൻ സിമ്പിൾ ആണെന്ന് പറയത്തില്ല. അത് കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫോൾസ് എക്സ്പെക്ടേഷൻ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രക്ചറൽ ഡിസൈൻ നന്നായി മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാല് നമ്മള് സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രക്ചർ ഡിസൈൻ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള കമ്പിയുടെ ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഇതില് മെയിൻ കുറെ ആൾക്കാരുണ്ട്, മെയിൻ റോൾ എടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിലൊരാളാണ് ബീമിലെ കമ്പി. എവിടെയാണ് ബാറ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളാണ്. എവിടെ ബാറ് എങ്ങനെ കൊടുക്കണം, അതാണ് നമ്മളുടെ മെയിൻ ഫോക്കസ്. ഇതിൽ കുറച്ച് സ്ഥിരമായിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും ഡെവലപ്മെന്റ് ലെങ്ത്, ലാബ് ലെങ്ത് എന്നൊക്കെ. ഈ ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത് ഈ കമ്പി കണ്ടോ, ഈ കോളത്തിനകത്തേക്ക് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അതിനെയാണ് ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഈ ബീമിന് ഞാൻ മേളിൽ നിന്ന് ഒരു ലോഡ് കൊടുത്താൽ ഇതിങ്ങനെ താഴത്തേക്ക് ബെൻഡ് ചെയ്യത്തില്ലേ, ഏകദേശം ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പോലെ തന്നെ ആയിരിക്കും ഇതിൽ കമ്പി കൊടുക്കുന്നത്. ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പർ സൈഡിൽ ആണ് കൂടുതൽ നമ്മൾ ടെൻഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവിടെ അപ്പം നമ്മൾ
എക്സ്ട്രാ ബാർ ഇട്ട് കൊടുക്കും. താഴെ നമുക്ക് കംപ്രഷൻ, അപ്പൊ അവിടെ നമ്പർ ഓഫ് ബാർ കുറവ് മതി. ഇവിടെ ഇപ്പൊ ഈ സെക്ഷനിൽ 4 ബാറുണ്ട്. 2 മെയിൻ ബാർ ത്രൂ ഔട്ട് പോയിട്ടുണ്ട്, 2 ക്രാങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മെയിനിൽ 4 ബാർ വന്നെടുത്ത് ഏറ്റവും കൂടുതൽ മൊമെന്റ് ഉണ്ടാവും. സപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ മൊമെന്റ് ഉണ്ടാവും. താഴെ ഇവിടെ മിഡ് സ്പാനിൽ ഏറ്റവും കൂടുതൽ കമ്പി കൊടുത്തേക്കുന്നത്, അതിനർത്ഥം അവിടെയാണ് ഏറ്റവും കൂടുതൽ മൊമെന്റ് വരിക. അപ്പൊ ഈ ബിഹേവിയർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ കമ്പി വരയ്ക്കുക. ബാർ ബെൻഡിങ് ഷെൽ എന്ന് പറയുമ്പോൾ ഈ കമ്പി നിങ്ങൾ വരയ്ക്കാൻ പറ്റണം, എവിടെ എങ്ങനെ കമ്പി കൊടുക്കണം എന്ന്. ചിലപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഡ്രോയിങ്ങിലേ, നമ്മൾ ഡ്രോയിങ്ങിലൊക്കെ ഒരു സെക്ഷൻ വെറുതെ വരച്ചിട്ടുണ്ടാവുള്ളൂ. ടോപ്പ് ആൻഡ് ബോട്ടം ഇത്ര കമ്പി, സിറപ്പ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ലോസ്റ്റ് സെക്ഷൻ വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം എവിടെ എങ്ങനെ കമ്പി കിട്ടണം എന്നുള്ളത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഫുട്ടിങ്ങിന്റെ കമ്പി, അതൊരു മാറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്, അതായത് പായ വിരിച്ച പോലെ ഇരിക്കാം. ശരിക്കും കോളത്തിന്റെ അടിയിൽ ഒരു പായ വിരിച്ച പോലെ ഇരിക്കും. കോളത്തിന്റെ കമ്പി ഇതിൽ, അപ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടിരിക്കുക. പിന്നെ നമുക്ക് സ്ലാബിന്റെ ഹലോ, ആരെങ്കിലും ഡൗട്ട് ചോദിച്ചതാണോ? എന്റെ വോയിസ് കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, സ്ക്രീൻ മാറുന്നില്ലേ? വോയിസ് കേൾക്കുന്നില്ലേ? ഹലോ, ഞാൻ വിചാരിച്ചു ഞാൻ കട്ടായി പോയതുകൊണ്ടാണ്. ഇനി സ്ലാബിന് വരുമ്പോഴും ക്രാങ്ക് ബാർ ഇട്ട് നമ്മൾ ബീം കൊടുത്ത് തന്നെ ബീമിനെ നിരത്തി അടുപ്പിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ സ്ലാബ് ഇരിക്കുക. ഓക്കെ, പിന്നെ ലോഡ് ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ച് ഇതൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. ഇന്നിപ്പോ ഞാൻ നിങ്ങൾക്ക് BBS വരയ്ക്കുന്നൊന്നും പഠിപ്പിച്ചു തരാൻ നിൽക്കുന്നില്ല, അതൊക്കെ ഇത്തിരി കടന്നു കഴിയുക. അത്രയ്ക്ക് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് ബോറടിപ്പിക്കാൻ പോകുന്നില്ല. BBSന്റെ പല രീതികൾ കാണിച്ചു തരാം. അതായത് പല എലമെന്റിലും എങ്ങനെയൊക്കെയാണ് BBS നമ്മൾ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോ ഒരു സ്ലാബിന്റെ BBS ആണേ. ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇതില് കമ്പി എഴുതിയേക്കുന്നുണ്ടോ? ഹാഷ് കഴിഞ്ഞിട്ട് എഴുതിയേക്കുന്ന എട്ടുന്ന ഹാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡയ ബാർ എന്നാണ്. ഇത് പലരും പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ചിലർ വൈ എന്ന് എഴുതും, ചിലർ ഫൈ എന്നുള്ള ഒരു സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. @ കഴിഞ്ഞ് കൊടുക്കുന്നത് സ്പേസിംഗ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്പറിങ്, അതായത് ആ കമ്പിക്ക് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ സൈറ്റില് നമ്മൾ ശരിക്കും ഇതിന്റെ കൂടെ ഇപ്പൊ സൈറ്റിലേക്ക് കൊടുക്കുന്ന ഒരു BBS ആണിത്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ലേഔട്ട് ഉണ്ടാവും. ഇതിനകത്ത് കമ്പിയുടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവും, സ്പേസിങ്ങും ഡയ ഓഫ് ബാറും നമ്പറും വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ റഫ് ആയിട്ട് കണ്ടു ഇവിടെ ഈ വരച്ചിട്ടേക്കുന്നത് കമ്പിയാ. ഇതാണ് കമ്പിയുടെ ഷേപ്പ് എന്ന് കാണിച്ചിട്ടുണ്ടാവും. ഇനി ഈ കമ്പി എത്ര ലെങ്ത് ആണ്, എത്രയില ബെൻഡ് ചെയ്തേക്കുന്നത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ 503 എന്ന് പറയുന്ന നമ്പർ ഒരു ടേബിളിൽ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ടോ ഈ ടേബിളിൽ 503 എന്ന് പറയുന്നത് 8 mm ഡയ ഉള്ള ഒരു ബാറ്. അതിങ്ങനെ 93 ബാറുകൾ വേണം. ടോട്ടൽ 93 ബാറാണ്. ഒരു മെമ്പറേ ഉള്ളൂ അത്. അതിന്റെ ലെങ്ത് എത്രയാണ്? അതിന്റെ ഷേപ്പ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി IS 2502 അനുസരിച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ ഒരു കോഡുണ്ട്. ബാർ ബെൻഡിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ ഇന്ത്യൻ കോഡ് തരുന്ന ഒരു റെഫറൻസ് ആണ്. അതായത് നമ്മൾ എങ്ങനെ കമ്പി ബെൻഡ് ചെയ്യണം എന്നുള്ളതിന് കുറച്ച് ശാസ്ത്രീയമായ വശങ്ങളുണ്ട്. എന്ന് വെച്ചാല് കമ്പിന്റെ ഗ്രേഡ് അനുസരിച്ച് ബെൻഡ് ചെയ്യാവുന്ന ആംഗിളുകളുണ്ട്, അല്ലെങ്കിൽ ഓവറായിട്ട് ബെൻഡ് ചെയ്താൽ ഈൽഡ് ചെയ്ത് പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് കമ്പി എങ്ങനെ ബെൻഡ് ചെയ്യാം, ബെൻഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ ആംഗിളിലും എത്ര ലെങ്തിലും ബെൻഡ് ചെയ്യണം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ LD കൊടുക്കുക എന്നുള്ളത്, ആ ഡെവലപ്മെന്റ് ലെങ്ത് എത്ര കൊടുക്കണം മിനിമം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കുന്ന ഒരു കോഡാ. ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മതി, നിർബന്ധമില്ല. പക്ഷെ ഇത് പഠിച്ചാൽ നിങ്ങളുടെ നോളജിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്, സ്ട്രക്ചർ ഡിസൈൻ ഡീറ്റെയിലിംഗ് ചെയ്യുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന കോഡുകൾ, ഒന്ന് IS 2502 2 IS 13920 എന്ന് പറഞ്ഞ് ഡക്ടൈൽ ഡീറ്റെയിലിംഗിന്റെ ഒരു കോഡ്. ഇത് രണ്ടും ഇല്ലാണ്ട് സ്ട്രക്ചർ ഡീറ്റെയിലിംഗ് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ കോഡിലെ ഓരോ ബാറിനും ഒരു ID ഉണ്ട്. ആ IDനെയാണ് നമ്മൾ ഷേപ്പ് കോഡ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഇന്ത്യൻ കോഡിന് മാത്രമല്ല കേട്ടോ, ഇത് അമേരിക്കൻ കോഡിനും വരും, യൂറോപ്യൻ കോഡിനും വരും, എല്ലാത്തിനും വരികയാണ് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ. അല്ലെ ഷേപ്പ് കോഡ്സ്, ഓക്കെ സോറി, അത് ഷേപ്പ് കോഡ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. ABCD എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ ഷേപ്പ് കോഡുകളിൽ ABCD മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് റെഫറൻസ് വെച്ചിട്ട് എഴുതിയേക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ സപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു ഷേപ്പ് വെച്ചിട്ട് ചെറുതായി ഡയമെൻഷൻ മാർക്ക് ചെയ്തിട്ടാണ് കൊടുക്കാറ്. ചില കമ്പനികൾ ഇങ്ങനെ മാർക്ക് ചെയ്യത്തില്ല, ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഇത് വെക്കും, എന്നിട്ട് അവർ ടേബിളിൽ ആ ഷേപ്പ് കോഡ് എഴുതി പോവുകയുള്ളൂ. അങ്ങനെ തുറന്ന് ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിലുണ്ട്
ഇതിൽ കണ്ടോ, ഇതിൽ ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് അതിനകത്ത് ബാർ ബെൻഡിങ് ഷെഡ്യൂളിനകത്ത് ഓരോന്നിനെയും ഷേപ്പ് കോഡ് വരയ്ക്കാൻ പറ്റിയില്ല. കാരണം ഇത് റെവിറ്റിൽ നിന്ന് ഞാൻ ജനറേറ്റ് ചെയ്ത ഒരു ഫയലാണ്. അപ്പൊ അതില് ബാർ ബെൻഡിങ് ഷെഡ്യൂളിൽ വരുന്ന ഷേപ്പ് കോഡുകളൊക്കെ ബ്രിട്ടീഷ് കോഡ് അനുസരിച്ചാ, നമുക്ക് ഇന്ത്യൻ കോഡ് അനുസരിച്ച് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് അതിന് പകരം നമ്മൾ താഴെ ഷേപ്പ് കോഡിന്റെ ഒരു ടിപ്പിക്കൽ വെക്കും, ABCD മാർക്ക് ചെയ്തിട്ട്. എന്നിട്ട് ആ ABCD വാല്യൂസ് കൂടെ എഴുതി കൊടുക്കും. അങ്ങനെയാ ചെയ്യാറ് കേട്ടോ. ഇതൊരു വാട്ടർ ടാങ്കിന്റെ വേർട്ടിക്കൽ വോളിലെ കമ്പിയാണ് ഈ ഡീറ്റെയിൽ ചെയ്ത് വെച്ചേക്കുന്നത്. സ്ട്രക്ചർ ഡ്രോയിങ് അവർ തരും, നമ്മൾ അതിൽ എത്ര LD കൊടുക്കണം, ബാറിന്റെ ലെങ്ത് എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഈ ടേബിൾ ആണ് നമ്മൾ ആക്ച്വലി ഉണ്ടാക്കി കൊടുക്കുന്നത്. അതായത് ഒരു കമ്പി എടുത്താൽ അതിന് എത്ര ലെങ്ത് വേണം, ഏത് ഷേപ്പിൽ കൊടുക്കണം, എത്ര ലെങ്ത്തിൽ ബെൻഡ് ചെയ്യണം, അതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാര്യം. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ സ്ലാബിന്റെ കാര്യം. ഈ സ്ലാബിന് തന്നെ ടോപ്പ് ബാറും ഉണ്ട്, ബോട്ടം ബാറും ഉണ്ട്. ചില സ്ലാബുകളിൽ ടോപ്പ് ബാർ കണ്ടോ കട്ട് ചെയ്ത് കൊടുക്കും, ചിലതിൽ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ടേക്കുന്നത്, ഇതിൽ കണ്ടോ, ഇത് വലിയ സ്ലാബാ. ഇതിൽ അങ്ങനെ കണ്ടിന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അൺഎക്കണോമിക്കാ. അവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ടെൻഷനായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ഏരിയ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കംപ്രഷൻ ആയതുകൊണ്ട് കമ്പി അവിടെ കട്ട് ചെയ്ത് കൊടുത്തേക്കുക നമ്മള്. മിനിമം അല്ലെങ്കിൽ നമ്മളൊരു മാക്സിമം ടെൻഷൻ വരാവുന്ന ഒരു സോൺ വരേക്കും നമ്മളത് നീട്ടിയിട്ടിട്ട് ബാക്കി പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയും. ഇതിന്റെ റെഫറൻസ് നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് എങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ IS 456ന്റെ അനെക്സ്ഡ് D നോക്കിയാൽ മതി. അതിലവര് നമ്മള് സ്ലാബിനെ 4 സോണായിട്ടൊക്കെ തിരിച്ച് അല്ല ഭംഗിയിലൊക്കെ ഒരു പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നോക്കിയാൽ മതിയാവും. ഓക്കെ, ഇത് സ്ലാബിന്റെ BBS. ഇതുപോലെ നമുക്ക് കോളത്തിന്റെ ഉണ്ട്. കോളത്തിന് ടൈസ് കൊടുക്കുമല്ലേ. ഇതിപ്പോ ഈ കോളത്തിനകത്ത് ഔട്ടർ ടൈ ഉണ്ട്, ഇന്നർ ടൈ ഉണ്ട്. മൊത്തം 6 മെയിൻ ബാർ ഉണ്ട്. ഇത്തിരി കളറായിട്ടൊക്കെ ഇരിപ്പില്ലേ, ഇത് നമ്മൾ റെവിറ്റിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര കളർ വരുന്നത്. ഞാൻ പറയുവാണെങ്കിലേ ഈ 2D വീഡിയോസ് ഭയങ്കര ബോർ പരിപാടിയാണ്. നമ്മൾ കുറെ ഇമാജിൻ ചെയ്ത് ആലോചിച്ച് കണക്കൂട്ടി എടുക്കണം. പക്ഷെ 3D വീഡിയോസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്. അതിൽ വെച്ചാൽ നമ്മൾ വരയ്ക്കുക, മോഡൽ ചെയ്യുക 3D സ്പേസിൽ. അപ്പൊ നമുക്ക് അറിയാം ഏത് കമ്പി മേളിൽ വരും, ഏത് കമ്പി താഴെ വരും, എത്ര ലെങ്ത് കൊടുക്കണം, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുകയും അതിനനുസരിച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഈ ഫ്രഷറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അത് 3D തുടങ്ങിയിട്ട് 2Dയിലേക്ക് വരാൻ കുറച്ചും കൂടി നല്ലതായിരിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് 3D മോഡലിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കായിരിക്കും ആ ഒരു പാത്ത് നല്ലത്. അല്ലാത്തവർക്ക് അങ്ങനെ അതല്ല, എനിക്ക് വിഷ്വലൈസേഷൻ പവർ നന്നായിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും, 2Dയിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള ആൾക്കാർക്ക് 2D to 3D എന്നുള്ള രീതിയിലും ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പ്ലഗിൻസ് ഉണ്ട്. പ്ലഗിൻസ് എന്ന് പറഞ്ഞാൽ കുട്ടി കുട്ടി സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ റെവിറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ ഹെൽപ്പ് വെച്ച് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ 2Dയിൽ എടുത്തതിന് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിനകത്ത് ഇതൊക്കെ കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കോ ഇൻട്രസ്റ്റഡ് ആവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ആക്ച്വലി എനിക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഞാൻ ഇതുമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇനി ഇതിലിപ്പോ നമുക്ക് കാണാം ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോളത്തിൽ തുരുതുരാ കമ്പി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തേക്കെന്ന് വെച്ചാൽ നമ്മളുടെ ഷെഡ്യൂൾ വരുമ്പോൾ ഡിസൈൻ വരുമ്പോൾ അവർ പറയും കൺഫൈൻമെന്റ് സോണിൽ 100 സ്പേസിങ്ങും അല്ലാത്തടുത്ത് 150 കൊടുത്തോ 120 കൊടുത്തോ 200 കൊടുത്തോ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഈ കൺഫൈൻമെന്റ് സോൺ എന്ന് പറഞ്ഞാൽ ഇത്ര ട്രിക്ക് ചെയ്യുക. 3 മീറ്റർ വരേക്കുള്ള പോർഷനിലാണെങ്കിൽ നമുക്കിത് താഴെ, അതായത് ബോട്ടം സപ്പോർട്ടിൽ നിന്ന് ഒരു പോർഷനും ടോപ്പ് സപ്പോർട്ടിൽ നിന്ന് ഒരു പോർഷനും വരേക്കും ഉണ്ടാവും. ഇത് കൂടാണ്ട് നടുക്ക് ഒരു പോർഷനിൽ മാത്രം നമുക്ക് 150 എന്ന് പറഞ്ഞ സ്പേസിങ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിൽ തന്നെ ലാപ്പ് ചെയ്താൽ പിന്നെ ആ സ്പേസിങ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ താഴോട്ട് മേള് വരേക്കും ഒരേ കമ്പി കൊടുക്കണം. ഇതിൽ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് ഹൈറ്റ് കൂടുതലുള്ള ബിൽഡിങ്സ്, അതായത് ഫ്ലോർ ഹൈറ്റ് 4 മീറ്റർ 4.5 മീറ്റർ വരുന്ന സ്ഥലങ്ങളിൽ ഈ ലൂപ്പ് ഹോൾ അറിയുന്നവർക്ക് ആ പോർഷനിൽ കൺഫൈൻമെന്റ് സോൺ ഒഴിവായിട്ടുള്ള ഏരിയയിൽ സ്പേസിങ് കൂട്ടി ഇടാനും പറ്റും, അവിടെ കമ്പി അത്യാവശ്യം സേവ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ ഇനി അടുത്തത് ഇത് വേറെ ഒരു ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ആണ്. കോളത്തിന് തന്നെ വേറെ പ്രൊജക്ട് ചെയ്തതാ. മറ്റേത് 3D ചെയ്തു, ഇത് 2D ചെയ്തു, ആ വ്യത്യാസമുള്ളൂ. ഇതിനൊപ്പം നമ്മൾ വെയിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കും, അതായത് കമ്പി വാങ്ങാനുള്ള ഒരു ഗൈഡ് പോലെ എത്ര വെയിറ്റ് ടോട്ടൽ പർച്ചേസ് ചെയ്യണം എന്നുള്ളത് ഈ ഗ്രാൻഡ് ടോട്ടലിൽ അറിയാൻ പറ്റും. 0.8 ടൺസ് ആണ് ഇപ്പോൾ ആവശ്യം വരുന്നത്. ഇത് kg-ലാണ്, അപ്പോൾ അത് ടൺസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 0.8 ടൺസ്. സ്റ്റീൽ വാങ്ങിക്കുമ്പോൾ മിക്കവാറും നമ്മൾ ടൺസ് എന്നുള്ള ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ kg എന്നുള്ള ക്വാണ്ടിറ്റിയിലായിരിക്കും കേൾക്കാറ്. വലിയ വലിയ പ്രൊജക്ട്സിൽ ടൺസിലായിരിക്കും പറയാ, kg-യിൽ പറയാറില്ല. ചെറിയ പ്രൊജക്ട്സിൽ നമ്മൾ kg-യിലായിരിക്കും കൂടുതലും പറയാ. ഓക്കെ, ഇനി ബീമിന്റെ ഉണ്ട്. ഇതുപോലെ തന്നെ ബീമിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സ്ട്രക്ചർ ഡീറ്റെയിൽ ചെയ്ത് കിട്ടുന്ന സാധനത്തിൽ അത് കമ്പിയുടെ
ബാർ മാർക്ക് ചെയ്ത് വെക്കുക ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് നമ്മളായിട്ട് ഇത് ഡിസൈൻ ചെയ്ത് വരയ്ക്കുക അങ്ങനെയുള്ള പരിപാടിയല്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് ഉണ്ടോ ലാപ്പിംഗ് ലെങ്ത്. അതായത് കമ്പിക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 12 മീറ്റർ ലെങ്തേ ഉണ്ടാകത്തുള്ളൂ. ചില ബീമിന് ചിലപ്പോൾ 14 മീറ്റർ ലെങ്ത്, 15 മീറ്റർ ലെങ്ത്, 20 മീറ്റർ ലെങ്ത് ഒക്കെ ഉണ്ടാവും. ആ ബീമിലൊക്കെ നമ്മൾ എവിടെയാണ് കമ്പി കൂട്ടിക്കെട്ടേണ്ടത് എന്നുള്ള ഒരു പൊസിഷൻ, ലാപ്പിംഗ് സോൺ കണ്ടുപിടിക്കണം. ഈ ലാപ്പിംഗ് സോൺ എന്ന് പറയുന്നത് നമുക്ക് കോഡില് നോക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് വേറൊരു രീതിയിൽ കണ്ടുപിടിക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ട്, ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് പഠിച്ചു വെക്കാണ്ട് സിമ്പിൾ ആയിട്ട് നോക്കാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കമ്പി വരുന്നിടത്ത് ലാപ്പ് ചെയ്യരുത്. ഏറ്റവും കൂടുതൽ കമ്പി വരുന്നിടത്ത് കൂടുതൽ മൊമെന്റം ഉണ്ട്. അവിടെ ലാപ്പ് ചെയ്ത് എന്ത് പറ്റും? ആ ബിൽഡിങ് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ ആ ബീം ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതല. അപ്പൊ കൂടുതൽ കമ്പികളുടെ അടുത്ത് ലാപ്പ് ചെയ്യാതെ കുറച്ച് കമ്പികളുടെ അടുത്ത് ലാപ്പ് ചെയ്യുക. അതൊരു ഓപ്ഷൻ. അതാണ് ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷൻ മനസ്സിലാക്കാനും പഠിക്കാനും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അതിന് ഈ ടാബ്സിലെ മോഡൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ മൊമെന്റ് ഡയഗ്രാം ഓപ്പൺ ചെയ്ത് വെച്ചാൽ അതിൽ ഹയർ മൊമെന്റ് ഉള്ള പോർഷനിലൊന്നും ലാപ്പിംഗ് കൊടുക്കരുത്. ലോവർ മൊമെന്റ്, അത് സാഗിങ് ഓർ ഹോഗിങ് ഒന്നും മൈൻഡ് ചെയ്യണ്ട. ജസ്റ്റ് വാല്യൂ മാത്രം നോക്കിയാൽ മതി. വാല്യൂ ഹൈ ആണെങ്കിൽ അവിടെ കൊടുക്കണ്ട, വാല്യൂ ലോ ആണെങ്കിൽ അവിടെ കൊടുക്കുക. അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ലാപ്പിംഗ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു കലാവിരുത് എന്ന് പറഞ്ഞാല് ഈ വരുന്ന ബാറുകളുടെ ലെങ്ത്തുകൾ റൗണ്ട് ഫിഗർ ആക്കി വെച്ചാൽ സൈഡിൽ മുറിക്കുന്നവൻ നിങ്ങളെ പ്രാഗത്തില്ല. അല്ലെങ്കിൽ അവൻ പറയും, ഓ 5371 ഇതെന്ത് കണക്കാ, ഇതെങ്ങനെ ഞാൻ മുറിക്കും എന്ന് ചോദിക്കും. കാര്യം മുറിച്ചു വരുമ്പോൾ 71 എന്നുള്ളത് 75 ആകും, 73 ആകും, 80 ആകും, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും. കാര്യം ഞാൻ ഈ പറഞ്ഞ 5371 എന്ന് പറയുന്നത് MM-ലാണ്. അവർക്ക് അവിടെ സെന്റിമീറ്റർ വരെയൊക്കെ ടേപ്പിന് ആക്യുറസി കിട്ടത്തുള്ളൂ. മറ്റേ ഗേജ് ഒക്കെ എടുത്ത് വെർനിയറൊക്കെ വെച്ചിട്ട് അവർ അത്രയും ആക്യുറസിയിൽ അത് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 mm to 5 mm നമ്മൾ ക്ലിയറൻസ് പറയും. അതിലേക്ക് റൗണ്ട് ചെയ്ത് അവർക്ക് കട്ട് ചെയ്യാം. ഫുൾ ലെങ്ത് കട്ട് ചെയ്യുമ്പോൾ 25 mm വരെയൊക്കെ റൗണ്ട് ചെയ്യും. സൈഡിൽ ഓരോ ഇൻഡിവിജ്വൽ പോർഷൻസിൽ മാർക്ക് ചെയ്ത് ബെൻഡ് ചെയ്യുന്ന പോർഷൻസിലൊക്കെ നമ്മൾ 5 mm ആക്യുറസിയാണ് പറയുന്നത്. 1 ഒന്നും നമ്മൾ പറയത്തില്ല, അത് ഭയങ്കര കഠിനാട്ടോ. അവിടെ അങ്ങനെ ചെയ്യരുത്. ഓക്കെ. ഇനി അടുത്തത് ഇത് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഒരു വാട്ടർ ടാങ്കിന്റെ. അത് അന്ന് ഫസ്റ്റ് ഡേ ഒരു മോഡൽ കാണിച്ചില്ലായിരുന്നു, ഒരു വലിയ വാട്ടർ ടാങ്കിന്റെ. അതിന്റെ ആയിരുന്നു ആ BBS. ഇതും അതിന്റെ തന്നെ, ഫൗണ്ടേഷന്റെ മാത്രമേ ഉള്ളൂ. ഇനി അതിന്റെ കോളം ബാക്കിയുണ്ട്, അതെനിക്ക് അടുത്ത ദിവസം ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പൊ ഇതിലിപ്പോ ബോട്ടം റേഡിയൽ ബാർ, ടോപ്പ് ബാർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രക്ചർ ഡിസൈനിൽ ആ കമ്പിയൊക്കെ വരച്ചിട്ടുണ്ടാവും. നമ്മൾ പക്ഷെ അതിൽ LD ചെക്ക് ചെയ്ത് LD മാർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ കൊടുക്കാനുണ്ട്. ഇനി ലാസ്റ്റ് ഓക്കെ, ഞാൻ ഇപ്പൊ കാണിച്ചതെല്ലാം ഇന്ത്യൻ പ്രോജക്ട്സ് ആണ്. ഇതിന്റെ 3D ഞാൻ അന്ന് കാണിച്ചതാണ്. ഇപ്പൊ ഇനി വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. 3D ചെയ്തിട്ട് 2D പോകുന്നതും എളുപ്പമാണ്. 2D വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ട് 3Dയിലേക്ക് പോവാം. അല്ല ഞാൻ 2D തന്നെ ചെയ്യുന്നുള്ളൂ, അത് മാത്രമേ ഇപ്പൊ ഫോക്കസ് ചെയ്യുള്ളൂ എന്നുള്ളവർക്ക് അങ്ങനെയും പഠിക്കാം. ഇനി ഇപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കി ഇന്ത്യൻ പ്രോജക്ട്സാ. ഇനി പുറത്തുള്ള പ്രോജക്ട്സ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഇതിപ്പോ അയർലാൻഡിലെ ഒരു പ്രോജക്റ്റ് ആണേ. ഇതിൽ ഇവര് സ്ലാബ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സ്ലാബിൽ കമ്പി കണ്ടിന്യൂസ് ആയിട്ടാണ് കാണിച്ചത്. അത് ഇന്ത്യൻ പ്രോജക്റ്റാ. ഇവരുടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ 12 മീറ്റർ കമ്പിക്ക് പകരം 6 മീറ്റർ ഉണ്ടാവുള്ളൂ ബാറിന്റെ ലെങ്ത്. 6 മീറ്റർ എന്ന് പറയുമ്പോൾ സ്ലാബ് ഓരോ ഇൻഡിവിജ്വൽ പോർഷൻസ് ആയിട്ട് അവർ ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ അവർ ഇതിൻ്റെ അകത്ത് A393 എന്ന് പറഞ്ഞൊരു മെഷ് യൂസ് ചെയ്യും. അതായത് നമ്മൾ ഈ ഫൂട്ടിങ്ങിന് കണ്ടില്ലേ, മെഷ് പോലെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് കമ്പി വെച്ചേക്കുന്നത്. അതിന് പകരം മെഷ് നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മൾ ചിക്കൻ മെഷ് എന്നൊക്കെ പറയില്ലേ, അതിന് വലിയ സ്കെയില്. അതായത് 19ന്റെ ബാറ്, 12ന്റെ ബാറ്, 16ന്റെ ബാറിനൊക്കെ വെച്ചിട്ടായിരിക്കും മെഷ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് റെഡിമെയ്ഡ് മെഷ് വാങ്ങി സൈഡിൽ കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതിയോ. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് എബ്രോഡൊക്കെ. അവിടെ ഇന്ത്യയിൽ അത് അത്രയും പ്രാക്ടീസ് ചെയ്യുന്നില്ല. അവര് അതും കൂടി ലാഭിക്കാൻ വേണ്ടിയിട്ട് സൈഡിലായിരിക്കും കെട്ടിയെടുക്കുന്നത്. ഓക്കെ. ഇത് വെൽഡ് ചെയ്ത് മെഷാക്കി നല്ലൊരു ഫോർമാറ്റിലായിരിക്കും കൊണ്ടുവന്ന് വെച്ചിട്ട് അവര് ജസ്റ്റ് ടൈ ചെയ്യത്തുള്ളൂ, അസംബിൾ ചെയ്യത്തുള്ളൂ. ആ ഒരു ഫോമിലായിരിക്കും അത് വർക്ക് ചെയ്യണേ. ഇതിന്റെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഇതിന്റെ ബീമിന്റെയും അതുപോലെ തന്നെയാ. ബീമിന്റെ ഡീറ്റെയിലിംഗ് കുറച്ച് വ്യത്യാസമാണ്, നമ്മളുടെ ഈ ഒരു പാറ്റേൺ അല്ല. ബീം വരുമ്പോ നേരത്തെ നമ്മൾ കണ്ട പോലെ കണ്ടിന്യൂസ് ബാറല്ല, മുറിച്ച് എന്നുള്ള രീതിയിലായിരിക്കും. അതായത് ഒരു സ്പാൻഡ് കോളം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് ആ കമ്പി കണ്ടിന്യൂ ചെയ്യത്തില്ല, കോളത്തിന്റെ ഫേസിൽ അങ്ങ് ടെർമിനേറ്റ് ചെയ്യുക.
അങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ അവര് കമ്പിയെല്ലാം പുറത്തുനിന്ന് മുറിച്ച കൊണ്ടുവരുന്നത്, സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ വെക്കുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണമെങ്കിൽ ഈ കണ്ടോ എൻഡിലുള്ള ഈ ഹുക്കുകൾ വെച്ചായിരിക്കും അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ എക്സ്ട്രാ ലാപ്പ് ചെയ്ത് കൊടുത്തേക്കുന്ന ബാറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് അത് ഫ്ലെക്സിബിൾ ആക്കി എടുക്കുന്നത്. കുറച്ച് ക്രൂഡ് മെത്തേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പക്ഷെ അവർ അവിടെ സൈറ്റിൽ ഫോളോ ചെയ്യുന്ന ഈ മെത്തേഡ്, അതായത് കമ്പി മുറിച്ചായിരിക്കും കൊണ്ടുവരിക, ജസ്റ്റ് സൈറ്റിൽ അവർ കെട്ടി വെക്കത്തേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഒരു ഗുണം എന്ന് വെച്ചാൽ സ്കിൽഡ് ലേബറിന്റെ എണ്ണം നന്നായി കുറയ്ക്കാൻ പറ്റും. സൈറ്റില് ബണ്ടിലായിട്ട് പാക്ക് ചെയ്തായിരിക്കും ഇത് കൊണ്ടുവരിക. അപ്പൊ ഒരു ബണ്ടിൽ പൊട്ടിക്കും, ഇത്ര ബാർ എടുക്കും, അവരവിടെ കൊണ്ടുവച്ച് കിട്ടും. അപ്പൊ അതിന് അവര് ഈ ടേബിൾ, BBSന്റെ ടേബിൾ ഉണ്ടല്ലോ, ഈ ടേബിൾ നോക്കിയിട്ട് 74 ബാർ ഇത്ര എണ്ണം എടുത്തോ എന്നും പറഞ്ഞ് അത് എടുത്തു കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കെട്ടാൻ തുടങ്ങും. അങ്ങനെയാണ് അത് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ഇന്ത്യൻ പ്രാക്ടീസിലേക്ക് കുറച്ച് വ്യത്യാസം. നമ്മൾ ഇന്ത്യൻ പ്രാക്ടീസിൽ നമ്മൾ കമ്പി ഫുൾ ലെങ്ത് വാങ്ങിയിട്ട് സൈഡിലിട്ട് മുറിച്ച് അങ്ങനെയൊക്കെയാണ് ബെൻഡ് ചെയ്തൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ മെയിൻ പോർഷൻസ്. ഇതിൽ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും ക്ലാസ് എടുത്തില്ല. കുറച്ച് സാമ്പിൾസ് കാണിച്ചു തന്നു. അതിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൈറ്റ് റിലേറ്റഡ് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞോളൂ. ബാർ ബെൻഡിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കോഡ് പഠിക്കാനുണ്ട്. കോഡിന്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ ആ ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് നമ്മൾക്ക് അതിനോട് ഗൈഡൻസ് തരുന്ന കോഡാണ് IS 2502യും 13920യും. ഈ 13920 ഡക്ടൈൽ ഡീറ്റെയിലിംഗ് ആണ്. അത് മെയിൻ ആയിട്ട് എർത്ത് ക്വേക്കിന് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ നോർമൽ ബിൽഡിങ്ങിന് ഡീറ്റെയിലിങ്ങിന് യൂസ് ചെയ്യാറില്ല. നോർമൽ ബിൽഡിങ്ങിന് നമുക്ക് SP34 യൂസ് ചെയ്യാം ഡീറ്റെയിലിങ്ങിന്റെ ഗൈഡൻസ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള കാര്യങ്ങള്. ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇത് എളുപ്പമാണോ എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ സ്ട്രക്ചർ ഡിസൈനിലേക്ക് താല്പര്യമുള്ളവർക്ക് അറിഞ്ഞിരിക്കാൻ നല്ലൊരു ക്വാളിറ്റി ഉള്ള കാര്യമാണ് BBS ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. കാര്യം അവരവരുടെ പ്രോജക്റ്റിൽ ഡീറ്റെയിൽ കൊടുക്കാനുള്ള മിനിമം നോളജ് നമുക്ക് ഉണ്ടാവണം. അല്ലാണ്ട് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പേപ്പറിലാക്കി നമ്മൾ കൊടുക്കണം. ഇപ്പൊ നമ്മൾ എക്സാം എഴുതുന്നത് എന്തിനാ? നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പഠിച്ചെന്തോരം പഠിച്ചു എന്ന് അറിയണ്ടേ? അതുപോലാണ് സ്ട്രക്ചർ ഡിസൈൻ കഴിഞ്ഞിട്ട് BBS ചെയ്ത് കൊടുക്കുന്നത്. അറിയാം നമുക്ക് കമ്പി ഇത്ര വേണം എന്ന്, പക്ഷെ ആ കമ്പി എങ്ങനെ ഏത് ഷേപ്പിൽ ഇടണം എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇത് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? പിന്നെ നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്താലും പുറത്ത് വർക്ക് ചെയ്താലും ഒക്കെ നമ്മൾ അതത് കൺട്രിയുടെ കോഡുകൾ ഉണ്ടാവും നമുക്ക് റെഫർ ചെയ്യാനും ഫോക്കസ് ചെയ്യാനും ഓക്കെ ചെയ്യാനൊക്കെ. ഇപ്പോ ഈ എയർലൈൻ പ്രോജക്റ്റിനെ BS 855 എന്ന് പറഞ്ഞൊരു കോഡാറ്റായിരുന്നു. എക്സാക്ട് ഓർക്കുന്നില്ല, നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഓരോ കൺട്രിക്കും അവരുടെ കോഡുകളുണ്ട്. കോഡ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ തവിട് പൊടിയായിരിക്കും. പിന്നെ സൈറ്റിൽ ലോഡ് ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ എല്ലാം കൂടി പൊളിഞ്ഞാണെങ്കിൽ താഴെ വീഴും. അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അധികം കാണാത്ത എന്തുകൊണ്ടാണെന്നറിയോ? കേരള നോൺ എർത്ത് ക്വേക്ക് സോൺ ആയതുകൊണ്ടാണ്. ഇവിടെ ഭൂമികുലുക്കം വരാൻ തുടങ്ങിയാൽ പടപടാന്ന് ബിൽഡിങ്ങുകൾ വീഴാൻ തുടങ്ങും. അപ്പോൾ എഞ്ചിനീയർമാരില്ലാണ്ട് സൈറ്റിൽ ആരും കാലുകുത്തത്തില്ല. കാര്യം വെച്ചാൽ എഞ്ചിനീയർ ഉണ്ടെങ്കിലേ ഡക്ടൈൽ കോഡ് നോക്കത്തുള്ളൂ, അതിനനുസരിച്ച് LDയും ലാപ്പിംഗ് ഒക്കെ കൊടുക്കുള്ളൂ. ബാറ് പ്രോപ്പറായിട്ട് കോളത്തിൽ നിന്ന് ബീമിലോട്ട്, ബീമിൽ നിന്ന് കോളത്തിലോട്ടൊക്കെ കയറി ഇരിക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ പണിതാലേ ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് എല്ലാം കൂടി വീഴാതിരിക്കുള്ളൂ. നമുക്ക് അങ്ങനെ പ്രശ്നമില്ല, കലാമിറ്റീസ് കുറവായതുകൊണ്ട് ഇത്ര നാളും വലിയ പ്രശ്നങ്ങളോ കാഷ്വാലിറ്റീസോ ഇല്ലാണ്ട് പോയി. പക്ഷെ എന്നും അങ്ങനെ ആയിരിക്കും എന്നല്ല, നമ്മളുടെ ജോഗ്രഫി മാറിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ നാച്ചുറൽ കലാമിറ്റീസിന്റെ അളവ് കൂടി വരുക. അപ്പോൾ സ്ട്രെങ്ത് വൈസ് ബിൽഡിങ് സേഫ് ആയിട്ട് അല്ലെങ്കിൽ ഡ്യൂറബിൾ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിലിങ്ങിൽ കുറച്ചും കൂടെ ഒക്കെ ഫോക്കസ് ചെയ്യണം. അതുപോലെ ഇംപ്ലിമെന്റേഷൻ സൈഡ് ഫോക്കസ് ചെയ്യണം. അതുകൊണ്ടാണ് ഡീറ്റെയിലിങ്ങിന്റെ നെക്സ്റ്റ് പാർട്ട് ആയിട്ടുള്ള BBSന് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ടോക്കിയോയിലാറ്റ ഒരു earthquake ഉണ്ടായപ്പോൾ അവിടെ കാഷ്വാലിറ്റീസ് കൂടുതലായതിന്റെ കാരണം അവിടെ പ്രോപ്പർ ഡക്ടൈൽ ഡീറ്റെയിലിങ്ങിനെ ബേസ് ചെയ്തിട്ട് അവര് റീബാർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഒരു മെയിൻ. അതുകൊണ്ട് അവിടെ കാഷ്വാലിറ്റീസിന്റെ എണ്ണം കൂടുതലായിരുന്നു. കാര്യം വിത്തൗട്ട് വാർണിംഗ് ബിൽഡിംഗ് കൊളാപ്സ് ആയി. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കത് BBS പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൈ പൊക്കാം.
ഇല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കണമെങ്കിലും അയക്കാം കേട്ടോ. പിന്നെ പൊതുവെ ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്നത് ആളുകൾ കുറവാണ്. എന്നുവെച്ചാൽ ഇതിന് കുറച്ച് അത്യാവശ്യം നോളജ് വേണം. അതുകൊണ്ട് സ്കോപ്പ് ഹൈ ആണ്. ഇത് ഔട്ട്സോഴ്സ് ചെയ്യുന്നുമുണ്ട് പല കമ്പനികൾ. എബ്രോഡിൽ നിന്ന് ഇങ്ങോട്ട് ഔട്ട്സോഴ്സ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ ആൾക്കാർ കുറവാണ്. അതിനുള്ള നോളജ് ഉള്ള ആൾക്കാർ അവിടെ ലിമിറ്റഡ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം കാണിക്കുന്നത്. സോ ഇതിന് സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ്. എസ്റ്റിമേഷനൊക്കെ നമുക്ക് കുറച്ചും കൂടി സ്കോപ്പ് ആൾക്കാർ കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന എല്ലാ കമ്പനികളിലും ഒരു എസ്റ്റിമേഷൻ ടീം ഉണ്ടാവും. അപ്പൊ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള ചാൻസ് കുറവുള്ളൊരു സാധനം എസ്റ്റിമേഷൻ. എന്നാൽ പോലും ഇപ്പൊ ചില ആൾക്കാർ മാൻ പവർ കുറച്ച് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അത് ഹലോ നന്ദന, ക്യാമറ ഓൺ ആയി പോയിട്ടോ. ഓക്കെ. അപ്പോൾ ഇതൊരു സ്കോപ്പുള്ള ഏരിയ ആണ്. പക്ഷെ അതുപോലെ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ല പേയ്മെന്റ് ഉള്ള ഏരിയ എന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള വർക്ക് ആയതുകൊണ്ട് നന്നായി പേയ്മെന്റ് കിട്ടുന്ന ഒരു ഏരിയ. സ്ട്രക്ചർ ഡിസൈനർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട ഒരു കാര്യം BBS ആണ്. ഓക്കെ. സോ താങ്ക് യു ഓൾ. ഹാവ് എ ഗുഡ് നൈറ്റ്. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.